അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 10ാം ക്ലാസ്സിലെ ഫിഖ് രണ്ടാമത്തെ പാഠം ഖുറാസ. ലഅല്ലക്കും തുഫ്ലിഹൂൻ. നക്തശിഫു മിനൽ ഖുർആനി വനഖറഊൻ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൻ നിസായിൽ 5-ാമത്തെ ആയത്തും അതുപോലെ തന്നെ 29-ാമത്തെ ആയത്തും കണ്ടെത്താനും ഓതാനും തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു കേട്ടോ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി അടുത്തത് നുക്മിലു, പൂർത്തിയാക്കാം. മനുഷ്യൻ്റെ ദാശിന് വേണ്ടിയാണ് അല്ലാഹു തആല സമ്പത്ത് പടച്ചത്. സൃഷ്ടിച്ചത് അത് വരണ്ട്. സൃഷ്ടിച്ചത് അവിടെ നിലനിൽപ്പിന് വേണ്ടി. 2, തൻ്റെ ധനദാശിന് വേണ്ടി ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാൾ രക്തസാക്ഷിയാണ് ധനസംരക്ഷണത്തിന്. 3, നിങ്ങളുടെ ധനങ്ങൾ ഡാഷ് വിധത്തിൽ അന്യോന്യം തിന്നരുത്, അധാർമികമായ വിധത്തിൽ എന്ത് ചെയ്ത് തിന്നരുത്. 4, നിലനിൽപ്പിനായി അള്ളാഹു നിശ്ചയിച്ച നിങ്ങളുടെ ധനത്തെ ഡാഷ്ക്ക് കൊടുക്കരുത്, വിഡ്ഢികൾക്ക് കൊടുക്കരുത്. 5, ഭക്ഷണം പൂഴ്ത്തിവെക്കുന്നവൻ്റെ മേൽ അള്ളാഹു തആല ദാരിദ്ര്യവും ഡാഷും ഇറക്കും, കുഷ്ഠരോഗവും ഇറക്കും. 6, മറ്റു കച്ചവടക്കാരെ തകർക്കാൻ വേണ്ടി മാർക്കറ്റ് വിലയേക്കാൾ ഡാഷ് വിലക്ക് കച്ചവടം ചെയ്യൽ അനുവദനീയമല്ല, കുറഞ്ഞ വിലക്ക്. 7, വാങ്ങാൻ ഉദ്ദേശമില്ലാതെ വില ഡാഷ് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്, വില കൂട്ടി പറയൽ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഇനി 8 നുജീബാണ്, ഉത്തരം പറയാനാ. 1, ഇസ്ലാം അംഗീകരിക്കാത്ത 4 ഇടപാടുകൾ എഴുതുക. 1, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 2, ഊഹക്കച്ചവടം. 3, ഇൻഷുറൻസ്. 4, മണി ചെയിൻ. ഇനി 2, പലിശയുമായി ബന്ധപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചവർ ആരെല്ലാം? പലിശ ഭക്ഷിക്കുന്നവനെയും നൽകുന്നവനെയും അതിനുവേണ്ടി എഴുതുന്നവനെയും അതിൻ്റെ സാക്ഷികളെയും. ഇനി അതിൽ നുജീബുൽ 3, ഒരു ഗ്രാമത്തിൽ പലിശയും വ്യഭിചാരവും പ്രത്യക്ഷപ്പെട്ടാലുള്ള ആപത്ത്. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. 4, പലിശ വസ്തുക്കളിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട 2 വസ്തുക്കൾ പരസ്പരം വിൽക്കുമ്പോൾ 3 ഷർത്തുകൾ. പലിശ വരുന്ന വസ്തുക്കളാണ് ഭക്ഷണത്തിൽ പറഞ്ഞു നമ്മൾ അല്ലേ, ധാന്യങ്ങൾ പറഞ്ഞു, മാംസം പറഞ്ഞു അല്ലേ, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരേ ഇനത്തിൽ മാറ്റക്കച്ചവടം നടത്തുമ്പോൾ വരുന്ന നിർബന്ധമുള്ള 3 ഷർത്തുകൾ. അളവിലും തൂക്കത്തിലും തുല്യമായിരിക്കുക. അളവിലും തൂക്കത്തിലും തുല്യമായിരിക്കുക. ഇടപാട് നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൈമാറ്റം നടക്കുക. കൈമാറ്റത്തിന് അവധി നിശ്ചയിക്കാതിരിക്കുക. ഇനി 7, അതിൽ 5 അല്ലേ, ഇവിടെ നമ്പർ ഉണ്ടായതുകൊണ്ട് ഇത് മറ്റേ ആദൂബിൻ്റെ നമ്പറാണ്, പേജ് നമ്പർ, അതുകൊണ്ട് വഴിപാടിപ്പോൾ. 5, ഗോതമ്പിന് പകരം അരി വിൽക്കുമ്പോൾ ഷർത്തുകൾ ഏതെല്ലാം? വിൽക്കുമ്പോഴുള്ള ഷർത്തുകൾ ഏതെല്ലാം? ഇടപാട് നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൈമാറ്റം നടക്കുക. 2, കൈമാറ്റത്തിന് അവധി നിശ്ചയിക്കാതിരിക്കുക. ഇനി 6, കച്ചവടത്തെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കല്ല് എറിഞ്ഞുള്ള കച്ചവടവും
അനിശ്ചിത്വമുള്ള കച്ചവടത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്ന് കണക്ക് കിട്ടണം. കണക്കില്ലാത്ത കച്ചവടമൊന്നും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചിട്ടില്ല. വില കുറച്ച് വിൽക്കുന്ന കച്ചവടക്കാരനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഒന്നുകിൽ നിനക്ക് വില അല്പം കൂട്ടാം, അല്ലെങ്കിൽ ഇവിടെ നിന്നും മാറാം. കാരണം മാർക്കറ്റ് പൊളിക്കാൻ പാടില്ല. ഒരു മാർക്കറ്റ് ആ മാർക്കറ്റ് പോലെ തന്നെ പോകണം. നക്തുബ് ഫിഖറത്തൻ, ഗണ്ണി കണ്ടാക്കാൻ. പലിശയുടെ 4 ഇനങ്ങൾ: റിബൽ ഫളൽ, റിബൽ യദ്, റിബൽ നസാ, റിബൽ ഖർദ്. എന്താണ് റിബൽ ഫളൽ പറഞ്ഞാൽ? തുല്യത ഷർത്തുള്ള വസ്തുക്കളിൽ ഏറെക്കുറച്ചിലുണ്ടാവുക. അപ്പോൾ റിബൽ ഫളൽ വരും. അരിക്ക് പകരം വെക്കുമ്പോൾ തുല്യമായിരിക്കണം. അവിടെ തുല്യം ആയിട്ടില്ലെങ്കിൽ റിബൽ ഫളൽ എന്ന ഹറാം അവിടെ വരും, പലിശ അവിടെ വരും. മാംസത്തിന് പകരം വെക്കുമ്പോൾ റിബൽ ഫളൽ വരും. ഏറ്റവും വ്യത്യാസം വന്നാൽ തൂക്കത്തിലോ അളവിലോ. ഇനി റിബൽ യദ് എന്ന് പറയുന്നത് എന്തിനാണ്? വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് ഇടപാട് സ്ഥലം വിട്ട് പിരിയൽ. കൈമാറ്റം ചെയ്തിട്ടേ പിരിയാൻ പറ്റുള്ളൂ. കച്ചവടം പറഞ്ഞുകൊണ്ട് പോയപ്പോൾ അപ്പോൾ റിബൽ യദ് വരും. ഇനി റിബൻ നസ പറഞ്ഞ ഒരു വസ്തുവിൻ്റെ കൈമാറ്റത്തിന് അവധി നിശ്ചയിക്കുക. നമുക്ക് എന്ത് ചെയ്യുക? ഇന്ന് കച്ചവടം നടത്തുക, നാളെ നമുക്ക് കൈമാറാമെന്ന് പറയാം. അത് റിബൻ നസ. അപ്പോൾ അരിക്ക് പകരം വിൽക്കുകയാണെങ്കിൽ അവിടെ അവധി പറയാൻ പാടില്ല. ഈ 3 തരം പലിശകളും ഭക്ഷ്യവസ്തുക്കളിലും സ്വർണ്ണ വെള്ളികളിലും മാത്രം വരുന്നതാണ്. ഇനി റിബൽ ഖർള് ഉണ്ട്. റിബൽ ഖർള് എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിലും വരും. കടം നൽകുന്നവന് ഉപകാരം ലഭിക്കുന്ന വിധത്തിൽ വ്യവസ്ഥ ചെയ്യുന്ന ഇടപാട്. കടം കൊടുക്കുമ്പോൾ അവനൊന്നെങ്കിലും ഉപകാരം വേണം. ഞങ്ങൾക്ക് പൈസ തരാം, പക്ഷേ എനിക്ക് പൈസക്ക് എന്ത് ചെയ്യണം? ഓരോ മാസത്തിൽ 100 റുപ്യ വെച്ച് തരണം, 200 റുപ്യ, 500 റുപ്യ, 1000 വെച്ച് തരണം. അതന്നെയാണ് ബാങ്ക് ലോണുകൾ എല്ലാം ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നു. ബാങ്ക് ലോൺ ഏതാണ്? റിബൽ ഖർളാണ്. അതെല്ലാത്തിലും വരും. കടം കൊടുക്കുമ്പോൾ ഉപകാരം ലഭിക്കണമെന്ന വിധത്തിൽ വ്യവസ്ഥ തയ്യാറാക്കുക. അപ്പോൾ ചിലവർ പറയും ബാങ്കിൽ അങ്ങനെ വ്യവസ്ഥയൊന്നും ഇല്ലല്ലോ എന്ന്. ആര് പറഞ്ഞു? അതൊക്കെ സമ്മതിച്ചാലാണ് ബാങ്കിലേക്ക് പോകുന്നത്. ഇസ്ലാം വിലക്കിയ ഇടപാടുകൾ നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. ഇസ്ലാം വിലക്കിയ ഇടപാടുകൾ പാരത്രിക നഷ്ടവും സാമൂഹിക അരാജകത്വവും ഉണ്ടാക്കുന്ന ഇടപാടുകളെല്ലാം ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ജുമുഅ തുടങ്ങാനുള്ള അദാനിനു ശേഷമുള്ള ക്രിയവിക്രിയങ്ങൾ ക്രിയവിക്രിയങ്ങൾ. പിന്നെ നിഷിദ്ധങ്ങളിൽ ഉപയോഗിക്കുന്നവർക്ക് അതിനുള്ള വസ്തുക്കൾ വിൽക്കൽ. ഒരാൾക്ക് വിറ്റത് ദുർബലപ്പെടുത്തി മറ്റൊരാൾക്ക് വിൽക്കൽ. ഒരാൾക്കൊരു സാധനം വിറ്റിട്ട് അത് ദുർബലപ്പെടുത്തി വേറാക്ക് വെക്കുക. നമ്മൾ ദുർബലപ്പെടുത്തുക ഹറാമാണ്, അത് ശുദ്ധമാണ്. ചരക്ക് കൈപ്പറ്റുന്നതിന് മുമ്പ് അത് മറിച്ചു വിൽക്കൽ. ഒരാൾക്ക് വിറ്റ് അത് കൈപ്പറ്റുന്നതിന് മുമ്പ് തന്നെ മറിച്ച് വെക്കുക. വിളവ് ഉറപ്പാകുന്നതിന് മുമ്പ് പഴങ്ങളോ ധാന്യങ്ങളോ വിൽക്കൽ. മനസ്സിലായില്ലേ? അടക്ക വെക്കുമ്പോഴും തേങ്ങ വെക്കുമ്പോഴൊക്കെ അത് പാകാകണം, അങ്ങോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഉണ്ടാകാത്ത അടയ്ക്കും തേങ്ങൊന്നും വെക്കാൻ പറ്റൂല. വാങ്ങാൻ ഉദ്ദേശ്യമില്ലാതെ വില കൂട്ടി പറയൽ തുടങ്ങിയവ അത്തരം ഇടപാടുകളിൽ പെട്ടതാണ്. നിഷിദ്ധമായ ഇസ്ലാം വിലക്കിയ ഇടപാടുകൾ. ഇനി മദീനയിലെ സൂക്ക് നിർമ്മാണം എന്ന വിഷയത്തിൽ ഖണ്ഡിക തയ്യാറാക്കണം. മസ്ജിദ് നിർമ്മാണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെയ്തത് സൂക്ക് നിർമ്മാണമായിരുന്നു. ടൗണിൽ പലിശയിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചിരുന്ന
ജൂതന്മാരുടെ ബനൂ ഖൈനുഖാ സൂക്കിനടുത്ത് പലിശരഹിതവും ഇസ്ലാമിക നിയമങ്ങളിൽ അധിഷ്ഠിതവുമായി ഒരു സൂക്ക് സ്ഥാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങി. ജൂത നേതാവായിരുന്ന കഅബ് ഇബ്നു അഷ്റഫിൻ്റെ ചെറിയ തെറ്റുണ്ട് കേട്ടോ, കുഞ്ഞ് എഴുത്താണ്, കാണുന്നില്ലേ, ഊഹം വെച്ച് വായിക്കുകയാണ്. അഷ്റഫിൻ്റെ എതിർപ്പ് കാരണം അത് അവിടെ നിന്ന് കുറച്ചുകൂടി വിശാലമായ മറ്റൊരിടത്തേക്ക് മാറ്റി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിങ്ങളുടെ സൂക്കാണ്, ഇവിടെ നിങ്ങൾക്ക് സൗകര്യം കുറയുകയില്ല, അതിന് നിങ്ങൾ നികുതി നൽകേണ്ടതുമില്ല, ഇതിന് നിങ്ങൾ നികുതി നൽകേണ്ടതുമില്ല, നിങ്ങളെ സൂക്കാണ്. ഇനി തഖ്സീസാണ്. പലിശ മൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന കെടുതികൾ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. പലിശ കഠിനമായ ചൂഷണമാണ്. ഖുർആനും സുന്നത്തും ഇജ്മാഉം വലിയ പാപമായി എണ്ണിയ ഒന്നാണ് പലിശ. പലിശ തിന്നുന്നവനെയും നൽകുന്നവനെയും എഴുതുന്നവനെയും അതിൻ്റെ സാക്ഷികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അവരെല്ലാം ഒരുപോലെയാണ്. ഒരു ഗ്രാമത്തിൽ വ്യഭിചാരവും പലിശയും പ്രത്യക്ഷപ്പെട്ടാൽ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം കർശനമായി നിരോധിച്ച കാര്യമാണ് പലിശ. അതുകാരണം സമൂഹത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. പഠനാവശ്യത്തിന് വേണ്ടിയും വീട് നിർമ്മാണത്തിന് വേണ്ടിയും അങ്ങനെ പല ആവശ്യങ്ങൾക്കും ആളുകൾ പലിശക്ക് പണം വാങ്ങാറുണ്ട്. അത് തിരിച്ചടക്കാൻ കഴിയാത്ത പലരും ബുദ്ധിമുട്ടുന്നതും പിന്നീട് നാം കാണാറുണ്ട്. മാത്രമല്ല ആത്മഹത്യയിലേക്ക് പോലും അത് നയിക്കും. പലിശ കൊണ്ട് സാമ്പത്തിക വളർച്ചയല്ല ഉണ്ടാകുന്നത്, തകർച്ചയാണ്. ദരിദ്രരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് പലിശ. പലിശയെ ഒരിക്കലും മുസ്ലിം പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ നാടുകളിൽ സമ്പത്തുള്ളവർ ഒത്തുചേർന്ന് സാമ്പത്തികമായി തളർന്നവർക്ക് കൈത്താങ്ങാകാൻ തുടങ്ങുന്ന പദ്ധതികൾ ഒരുക്കണം. പലിശയില്ലാതെ നിശ്ചിത തുകയോ മറ്റോ കടം നൽകി പ്രയാസങ്ങൾ കൈത്താങ്ങാകാൻ അത് ഒരുവിധം ഒക്കെ പെട്ടെന്നുള്ള പലിശയുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കും. കയ്യൂര മക്കളെ, ഇത് മൊബൈൽ ഇങ്ങനെ നിർത്തി പിടിച്ചിട്ട് ചെരിച്ച് പിടിച്ചാൽ ഇത് തീരെ കൊള്ളൂല്ല. ഓരോ ഐഡിയകളാണ്, പല സമയത്തും പല വീഡിയോകളും പല രൂപത്തിലാണ് വരുന്നത്. പിന്നെ എഡിറ്റിംഗ് ഒന്നുമില്ല, ഈ പിടിച്ച് അതാണ് വിടുക, ഇത്രേ അറിയുള്ളൂ. അൽഹംദുലില്ലാഹ് റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.